പിന്നെന്താ നിങ്ങൾക്ക് അതിലും പോവാ, ഞാൻ ഈടെ ബാക്കിയല്ലേ. ഇപ്പൊ വരാൻ മിക്കാന്നുണ്ട്. നീ എനിക്ക് ഉറപ്പില്ല. അപ്പൊ ഈ ഇപ്പൊ ലൈവില് മനസ്സിലാക്കുന്നുണ്ട് കുഞ്ഞ വിഷയം ഉണ്ട് ആഫ്റ്റർ എന്ന് പറയുന്നുണ്ട്. മനസ്സി പമ്പ വന്നാൽ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണമെന്നുണ്ട്. ഞാൻ പറയാമുള്ള നാളെ ഉണ്ട്, ഞാൻ പറയാം കേട്ടോ. നാളെ എന്ന് പറയുന്നുണ്ട്. റോയല്ലേ നവാസായി പറയുന്നുണ്ട്. സജ്ജന അന്വേഷിച്ച ഡ്രൈവർ ഇന്നില്ല, ലീവിലാണ് കേട്ടോ. അവന് മെസ്സേജ് ഇട്ടു നോക്കട്ടെ എന്നാണ്. സുഖമാണോ എന്ന് എനിക്കുണ്ട്. ഉച്ചക്കൻ്റെ അവൻ്റെ ഫുള്ള് സ്വിച്ച് ഓഫ് ആണ് ഉണ്ടായിരുന്നത്. എന്തെന്ന് അറിയില്ല, അവൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ഉണ്ട്. ഇട്ടോക്ക് ഇക്ക എൻ്റെ മെമ്മറി ലോഡ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവി. ആയിക്കോട്ടെ, ആവട്ടെ. നിന്റെ ഓൾറെഡി മെമ്മറി ലോഡല്ലേ ഉള്ളത്, അത്രയും ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ പോയി ബൈ. നിക്കടാ, എന്തടാ നിങ്ങൾക്കെല്ലാം തിരക്ക്? എനിക്ക് വയ്യപ്പ. അയ്യോ, ഞാൻ ഏത് ജന്മത്തിൽ ജനിച്ചു പോയതെന്ന് അറിയുന്നില്ല. ഏത് സമയത്താണ് എൻ്റെ ഉമ്മ പ്രസവിച്ചത്? ഉമ്മ അതൊന്ന് പറയാവോ? ഞാൻ എങ്ങനെ ഇപ്പൊ ഉമ്മനോട് അന്വേഷിക്കുന്നത്? അതും എനിക്കറിയാലോ. നസീ നടക്കുന്നുണ്ട്. എനിക്ക് അറിവിന് തൊട്ടും ഇതുവരെ എൻ്റെ ഈ 48 വയസ്സാണ് വരെ എനിക്ക് സന്തോഷം എന്താന്ന് പറയുന്നത് കിട്ടുന്നില്ലല്ലോ. വാട്സറപ്പേ, ഇതിനെന്താ പരിപാടി? ഒരു ദിവസം എനിക്ക് മാക്സിമം 1-2 മണിക്കൂർ ഒരു സന്തോഷം കിട്ടും. പിന്നെ അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ ഡും. സന്തോഷം എങ്ങോട്ട് പോയി എന്ന് അറിയുന്നില്ല. ശരി, പോവല്ലേ എന്ന് അറിയുന്ന ശരി. നവാസ് എന്ന് വിളിക്കുന്നുണ്ട് കുഞ്ഞാബി. ഞാൻ ഏത് ജന്മത്തിൽ ജനിച്ചു പോയതാ? എൻ്റെ ഉമ്മ നീ എന്തിനാ എന്നെ ആണാക്കി? ഒരു പെണ്ണാക്കിനെ കടങ്ങ് കല്യാണം കഴിഞ്ഞിട്ട് കുറെ മക്കളുമായിട്ട് അടക്ക് ചെയ്ത് കിളവിയായിട്ടുണ്ടാട്ടി എന്തെങ്കിലും സമാധാനം ഉണ്ടാട്ടി. ആണായോണ്ടാന്ന് ഇതല്ലേ ഇപ്പോ. ഒന്നല്ലെങ്കിൽ ഉമ്മാന്റെ സ്നേഹം വേണം, അത് നമുക്കില്ല. പിന്നൊന്ന് വെച്ചെങ്കിൽ ഉമ്മാറ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞത് തന്നെ. പിന്നെ ഉപ്പാറ് വേറെ പോയിട്ട് കല്യാണം കഴിക്കും. പിന്നെ ഓറായി ഓരോ മക്കളായി ഓരോ പാടായി. നമ്മളെ വിദ്യാർത്ഥി എല്ലാമൊക്കെ നമ്മൾ തെരുവിലയക്കുക. എന്താ ഇങ്ങനെ നിൽക്കുന്നുണ്ട്? പിന്നെ എന്താണ് ഞാൻ പറയണ്ടേ? സത്യം പറഞ്ഞ കുഞ്ഞപ്പ, ഞാൻ എൻ്റെ അറിവ് മുതൽ ഒരു 10-15 വയസ്സിലുണ്ട് ഞാൻ കഷ്ടപ്പെടുന്നത്, വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നുകൊണ്ട് ഈ 48 വർഷമായിട്ട് എനിക്ക് അതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എവിടെയാ എനിക്ക് പറ്റിയ തെറ്റെന്ന്, അല്ല എവിടെയാ എൻ്റെ ഉമ്മാക്ക് പറ്റിയ തെറ്റെന്ന്. ഞാൻ വരുന്നത്, ഞാൻ ലൈവ് ഇടുന്നതും കുറച്ച് സന്തോഷിക്കുക, എൻ്റെ മനസ്സിൽ ഉള്ള പ്രയാസങ്ങൾ അങ്ങോട്ട് കുറച്ച് മാഞ്ഞു കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇത് എങ്ങനെ വന്നാലും എങ്ങനെ പോയാലും ഇങ്ങനെ തന്നെ. സ്വന്തമായി വെറുതെ ഇരിക്കുമ്പോക്ക് അതിനായിട്ട് എന്തൊക്കെ ടെൻഷൻ വരുന്നത്. അപ്പൊ നിങ്ങളെല്ലാം സമയം കൂട്ടും, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഫോണിലോ വാട്സപ്പിലോ സന്തോഷമില്ലാത്ത ജീവിതമായിപ്പോയി. എന്ത് പറയണ്ടെന്ന് എനിക്കറിയുന്നില്ല. സെയിമാണ് നമ്മൾ എന്ന് പറഞ്ഞ നമ്മൾ ആരും ഹാപ്പി